നമ്മളെവിടെ പോകുന്നേ? സർപ്രൈസാ. പറയൂല. സർപ്രൈസ്. യെസ്. ഇത് ഞാനല്ല ഗൈസ്. പാപ്പ. ധനസല്ല. ഞാനല്ല. ഹലോ ഗൈസ്. അപ്പോൾ നമ്മളെ പറ്റി പറയണമെന്നില്ലല്ലോ. ഏകദേശം മിക്ക ആൾക്കാർക്ക് നമ്മൾ പറയാനില്ല. ഇപ്പൊ എവിടെ പോവുകയാണെന്ന് വെച്ചാല് എന്താ പോകാന്ന് വെച്ചിട്ടാല് ഭാഗത്തൊരു വീട്ടിൻ്റെ ഉള്ളിൽ ഇരിക്കാൻ വയ്യ, എനിക്കും വീട്ടിൻ്റെ ഉള്ളിൽ ഇരിക്കാൻ വയ്യ. അപ്പൊ പിന്നെ ഞങ്ങളൊരു പണിക്കായി എനിക്ക് പഠിക്കാൻ വലിയ അതായത് വീട്ടിൻ്റെ ഉള്ളിലല്ല ഒരു പണിക്ക് പോകാൻ മടിയെന്നല്ല, ഒരു ഷോപ്പിന്റെ ഉള്ളിൽ ഇപ്പൊ അക്കൗണ്ടന്റ് ആയിട്ട് ബഹ്റൈനിൽ വർക്ക് ചെയ്ത ഒരാളാണിത്. അപ്പോഴ് അതിൻ്റെ ഉള്ളിൽ മാത്രമായിട്ട് നിൽക്കാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ട് നാട്ടിൽ വന്നു. അപ്പം നാട്ടിൽ വന്നപ്പോൾ നമ്മളിപ്പോൾ അക്കൗണ്ടന്റ് ആയിട്ട് ഒരു ഷോപ്പിൽ നോക്കിയാലോ ഓക്കെ നിൽക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട്. എനിക്ക് പറ്റൂല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മളൊരു കാര്യം ദിവസം ഉണ്ടാവും എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ കാണാം. അതെ, ജസ്റ്റ് ഫോർ ഫണ്ണി ഡെലിവറി പോയി നമ്മുടെ അടുക്കള ഏകദേശം ഉച്ചത്തെ അടുക്കള പണിയെല്ലാം കഴിഞ്ഞ് ഡെലിവറിക്ക് പോകുന്നത് ഭാര്യനെ കൂട്ടിയിട്ടാണ്. ജസ്റ്റ് ഫോർ എന്റർടൈൻമെന്റ്. അതെ അതെ, ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് പോകുന്നത്. നല്ല രസമാണ്, എല്ലാവരും ട്രൈ ചെയ്യും. അതെ, വെറുതെ വണ്ടി കൊണ്ട് കറങ്ങുമ്പോൾ വിചാരിക്കും വെറുതെ ഒരു ലൊക്കേഷൻ ഇല്ലാണ്ട് ഇങ്ങനെ രാത്രി അവിടെ പോയി ഇരിക്കും, എങ്ങോട്ട് കറങ്ങാൻ പോകും. ഭയങ്കര കൺഫ്യൂഷനാണ്. ഇതാ നമുക്ക് കറക്കമായി പണിയായി. അപ്പോൾ ക്യാമറ തിരിക്കേ കൂടിയാ ഇതെങ്ങനെ വരണ്ടായിരുന്നു ഞാനിവിടെ കൊല്ലാൻ കൊണ്ടുപോകാൻ തോന്നുന്നേ. അത് സ്കൂൾ വിട്ട സമയമായിട്ടോ, നല്ല സുഖമായിട്ടോ. സ്കൂൾ വിട്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ വായി നോക്കാല്ലേ, നമുക്ക് ഉണ്ടാക്കുക. ഓക്കെ, അങ്ങനെയല്ലാണ് മക്കളെ വിശേഷങ്ങള്. പോകെ പോകെ നമ്മളെ ഓരോ വിശേഷങ്ങളും അറിയാൻ പറ്റും കേട്ടോ. എല്ലാവരും പുതിയതായിട്ട് ആരെങ്കിലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണേ. പക്ഷെ അതൊന്നുമല്ല, പുറത്തിറങ്ങി വർക്ക് ചെയ്യണമെന്ന് ഭയങ്കര പേടിയാണ്. അപ്പം ഞങ്ങൾ എന്ത് തീരുമാനിച്ചു, ഇപ്പോൾ ഫ്ലിപ്കാർട്ട് ഡെലിവറിക്ക് പോകാമെന്ന് പറഞ്ഞു. എനിക്ക് അതിലെല്ലാം അപ്ലൈ ചെയ്തു. ഓക്കെയാണെന്ന് വെച്ചാൽ വിളിച്ച് ഇന്ന് മുതൽ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഫ്ലിപ്കാർട്ട് ഡെലിവറിയിൽ. അപ്പോൾ കൂടെ ഭാര്യേനെയും കൂട്ടിയിട്ടുണ്ട്. അങ്ങനെ ഞാനും ഇക്കായും കൂടിയാണ് ഡെലിവറിക്ക് പോകുന്നത്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ പുറകെ വന്ന് നിങ്ങൾ കണ്ടോ എന്താണ് അവസ്ഥ എന്ന്. ഫസ്റ്റ് ഡെലിവറി തന്നെ നില പൊട്ടി. ഭയങ്കര സങ്കടമായിപ്പോയി. ഭയങ്കര സങ്കടമായിപ്പോയി. വേറൊന്നുമല്ല, നമ്മൾ ഡെലിവറി ചെയ്ത് നമ്മൾ വീട്ടിൽ കൊണ്ട് ചെന്നപ്പോഴത്തേക്കും ഓർ പറഞ്ഞ് അത് ക്യാൻസലാക്കാൻ. അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി. വെച്ചാൽ കുറേ നമ്മൾ ചുറ്റിക്കറങ്ങി അവരുടെ സ്ഥലവും ഒക്കെ അന്വേഷിച്ച് നമ്മളവിടെ മാപ്പ് അനുസരിച്ച് അവിടെ പക്ഷേ അവർ അങ്ങനെ അവരുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ റെസ്പോൺസ് വന്നപ്പോൾ ഭയങ്കര സങ്കടമായിപ്പോയി. ആദ്യം തന്നെ അങ്ങനെ ഒരു ക്യാൻസലായപ്പോഴത്തേക്ക് ഭയങ്കര സങ്കടമായിപ്പോയി എനിക്ക്. എന്ന് വെച്ചാൽ നല്ല വെയിലൊക്കെ ഉണ്ട് കേട്ടോ, നല്ല ഉച്ച സമയമാണ്, നല്ല ചൂട് സമയമാണ്. അങ്ങനെ ആദ്യം ഈ പുള്ളിക്കാരിയുടേത് അന്വേഷിച്ച് കുറേ അലഞ്ഞ് ഞങ്ങൾ കേട്ടോ. ആ പേരാണെങ്കിൽ ഒരു വായിക്കൊള്ളാത്ത പേര്, ആരോടും ചോദിച്ചാൽ അറിയാനാണെങ്കിൽ ആ പേര് പറയാൻ പോലും പറ്റാത്ത അവസ്ഥ. വീട് ഈ റോഡാ? അതിന് മുന്നിൽ കൂടി പോയല്ലേ റോഡ്? അതിലെയാ അല്ല ഇതിലെയോ? ആ റോഡ്. അവസാനം അന്വേഷിച്ച് ആ വ്യക്തിയുടെ വീട് കിട്ടി. ഞാൻ അവിടെ ചെന്ന് പക്ഷേ അവർ ഓർഡർ ക്യാൻസലാക്കാനാണ് പറഞ്ഞത്. അത് ഫസ്റ്റ് ഡെലിവറി തന്നെ അങ്ങനത്തെ ഒരു സങ്കടമായിരുന്നു. ഒരു തേങ്ങ അറിയാണ്ട് എന്നെ പൊക്കി ഈ വണ്ടിയുടെ പിറക്കെ ഇരുത്തി വന്ന് ഞാൻ പെട്ട് എന്ന് വെച്ചാൽ ഞാൻ പെട്ടിരിക്കുകയാണ്. ജോലി ഇതെന്ന് വെച്ചാല് അറിയാവുന്നവർക്കാണെങ്കിൽ പെട്ടെന്ന് അത് ക്ലിയർ ആക്കാൻ പറ്റൂലേ. എന്നാലും ചൂടുണ്ട് കേട്ടോ ഗൈസ്, ഇതൊന്നും അത്ര നിസ്സാരമല്ല.
അപ്പൊ മിണ്ടിപ്പോയത് വീട്ടിൽ നിന്നിട്ട് അടുക്കള പണി എടുക്കുന്നതാണോ നല്ലത്, അല്ലെങ്കിൽ ഇങ്ങനെ പണി പുറത്തോട്ട് പണി എടുക്കുന്നതല്ലേ? അടുക്കള പണി ഇപ്പൊ എടുത്തിട്ടാണല്ലോ ഞാനും വന്നത്. അല്ല നമ്മൾ രാവിലെ ഇറങ്ങുന്നുണ്ടല്ലോ. ഇതാണോ സുഖം അതാണോ സുഖം? ഇത് അല്ല അതാ സുഖം. അവിടെ ചോറും വെച്ച് ചോറും കഴിച്ചിട്ട് എവിടെയെങ്കിലും കുത്തിയിരിക്കും. ഇത് വെയിൽ കൊള്ളണ്ട, പുകയില്ല, ഒന്നും കൊള്ളണ്ട. നിങ്ങൾ മിണ്ടരുത്. അത് ഇത് റെഡിയാക്കിട്ട് പൊരക്കൊണ്ടോന്നാ നിങ്ങളുടെ കേസ് ഇനിയുണ്ട്, സാധനം ഉണ്ട്, സാധനം ഒന്നുമില്ല. ഫസ്റ്റ് തന്നെ കൊണ്ടു ചെന്നത് എന്ന് പറയാം. എന്നുവെച്ചാൽ അവരുടെ ആ ഡെലിവറി അവർക്ക് വേണ്ട, ക്യാൻസൽ ആക്കിക്കൊള്ളാൻ പറഞ്ഞ് അവരെ മുറ്റത്ത് കൊണ്ട് കൊടുത്തിട്ടും ക്യാൻസൽ ആക്കിപ്പിച്ച്. അതാണ് ഈ ഒന്നാമത്തെ കാര്യം ഞാൻ പറയട്ടെ. ഈ മിക്ക ഗേൾസും ഇങ്ങനെ ഫ്ലിപ്കാർട്ടിൽ ഇരുന്ന് വെറുതെ തപ്പിട്ട് ഏതേലുമൊക്കെ കാണുമ്പോൾ അങ്ങ് ഓർഡർ ചെയ്യും. പൈസ ഉണ്ടോ എന്നൊന്നും നോക്കൂല. ഈ തെണ്ടി തിരിഞ്ഞ് കൊണ്ടു കൊടുക്കുന്നത് നമ്മൾ ആരായി? അതുകൊണ്ട് പൈസ ഉള്ളവർ മാത്രം ഓർഡർ ആക്കുക. അത് എന്തോ ആയിപ്പോയി. അപ്പോൾ ഞാൻ ഉണ്ടെങ്കിൽ അടുത്ത വീഡിയോസുമായിട്ട് വരാം. നമ്മൾ ഇതിൽ തീരുമാനം ഉണ്ടാക്കട്ടെ. എല്ലാം കൂടെ നഷ്ടപ്പെട്ടു. എന്തുവാ ഡെലിവറിക്ക് കൂടെ വന്നതാ, ചാടി ചാടി ചാടി. ഇനിയിപ്പോ എന്താ വേണ്ടല്ലേ? ഇനി എന്താ പരിപാടി? ഞാൻ നിർത്തി. ഞാനില്ല. ഞാൻ ഇന്നത്തെ ഒരു ദിവസത്തെ കൂടി ഞാൻ നിർത്തി. സൺസ്ക്രീൻ വാങ്ങാൻ പോലുള്ള പൈസ ഇല്ല എൻ്റെ കയ്യിൽ. ഇനി ഇങ്ങനെ ഒരു വെയിലുള്ള ഫോണും പോയി. കറകാതുള്ള ഉദ്ദേശത്തിൽ എടുത്തതിലും ഒരു വല്ലാത്തൊരു കറകായിപ്പോയി. നല്ല രീതിയിൽ പഠിച്ച് നല്ല ജോലിയുള്ള ഒരു വ്യക്തിയാണ്. അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്തോണ്ടിരുന്നതാ. ഇരുന്ന് നിന്നപ്പം ബാക്കി നിങ്ങളെ ഊഹിച്ചെടുത്തോ. എന്നിട്ട് ഇതൊന്നും പോരാ, ഇനി ലോറിയിൽ പോണം. അണ്ണാച്ചി ഞങ്ങളിപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഇങ്ങനെ ലോറി ഇങ്ങനെ പാസ് ചെയ്ത് പോയി. എനിക്കിനി ലോറിയിൽ പോകണമെന്ന്. ഞാനില്ല ഇനി ലോറി. നിങ്ങൾ വിമാനത്തിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞാലും ഞാൻ പോവില്ല. ടാസ്ക് കേട്ടാ. ഇത് അറിയാൻ പറ്റുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പെട്ടെന്ന് ഇപ്പോൾ നിമിഷം നേരം കൊണ്ട് ഇത് കൊടുത്ത് തീർത്തേന്. ഇത് ഒരു ഉണക്ക ഫോണും തപ്പി പറക്കാതീന്ന് ഡിസ്പ്ലേ വിറയ്ക്കുന്നു. അതല്ലേ ഞാൻ പറഞ്ഞു നിങ്ങൾ ഫോണ് പോയതാന്ന്. എന്തോരാ ഡൗൺലോഡ് ആവുന്നില്ല, ആപ്പ് ഡൗൺലോഡ് ആവുന്നില്ല. ഡിസ്പ്ലേ പോയി. LED ഇങ്ങനെ ഇവിടെ ബസ് എങ്ങാനും ഉണ്ടോ? ബസ് ഉണ്ടോ? ബസ്സില്ല. ഞാൻ പോയി ചോറ് നിന്ന് വീട്ടിൽ പോയി ഉറങ്ങട്ടെ. നിങ്ങള് ഞാൻ പിന്നെ ഇല്ലേ ഇതെന്താ അപ്പോ? ഇത് നമുക്ക് പുറത്ത് വിളിച്ച് സെറ്റാക്കിട്ട് കൊണ്ടു കൊടുക്കാം. ഇത്ര സാധനം ഉണ്ട് ഗേസ്. കാവൂല. പക്ഷെ മൊഞ്ചുണ്ട് കിട്ടപ്പോ. നീ വന്നതുകൊണ്ടല്ലേ ഞാനിപ്പോ പുഷ്പം പോലെ പരിപാടിയെല്ലാം കഴിച്ച് പോയിണ്ടോ. നേരത്തെ എന്നോട് അങ്ങനെയല്ല പറഞ്ഞത്. നീ ഉള്ളത് കൊണ്ട് എന്താ കുഴപ്പമില്ല, ഞാനത് നീ ഉള്ളത് കൊണ്ട് ഒരു സന്തോഷം ഉണ്ടെന്ന് എന്നോട് പറഞ്ഞ ഒരാളാണ് ഇപ്പൊ പറഞ്ഞത്. ഒറ്റയ്ക്കാണെങ്കിൽ ഇപ്പൊ പോയി ഇരുന്ന് കരഞ്ഞേനെ. സത്യം. ഫോൺ വർക്കാകുന്നില്ല. ആദ്യമായിട്ട് ഫസ്റ്റ് ടൈമാണ് ഇന്ന് ഇറങ്ങിയത്. ആദ്യം അവസാനമായിട്ട് ഇന്നാന്ന് തോന്നുന്നു. മിക്കവാറും ഇതൊന്നും റെഡിയായി കഴിഞ്ഞാ ഒന്നേ പറ്റില്ല. അപ്പത്തേക്ക് ഇരുന്നില്ല. ഇവിടെ അതുമില്ല ഇതില്ല ഒന്നുമില്ല. നമ്മൾ പൊരിക്കോളാം. ചോറ് കഴിക്കണി. ഫോണ് പോയോ? ഫോൺ ആപ്ലിക്കേഷൻ ഓണാവില്ല. ആപ്ലിക്കേഷൻ ഓണാക്കി കഴിഞ്ഞാലാണ് മറിച്ചു നോക്കും. അപ്പൊ ഗായ്സ് ഞങ്ങൾ ഈ പരിപാടി ഇങ്ങനെ ആ ഒരു ആഗ്രഹവും അങ്ങ് എന്താ പറയാ നടന്നു ഇല്ലേക്കാ. ഇനി എനിക്ക് ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ട് ലോങ് റൈഡും കൂടി എടുക്കണം. ഓൾ ഇന്ത്യ പെർമിറ്റ്, നാഷണൽ പെർമിറ്റ് വണ്ടിയിൽ പോകാൻ. മൂടായിരിക്കും രാത്രി അതൊക്കെ പറഞ്ഞാണ് ഇപ്പൊ ജോലിക്ക് ഇറങ്ങിയത്. ചില്ലാന ഇപ്പൊ ദാ അടക്കുന്നു. പവനായി ശവമായി പൊയ്ക്കാൻ പറ്റും. ബാ പോവാ. ഇപ്പം പോയാൽ വായി നോക്കാനെങ്കിലും പറ്റും. ബാ ചുമ്മാ പറഞ്ഞതാ. ഡെലിവറി ഉണ്ടാക്കിയെങ്കിലും വേണം എന്തേലും. നമ്മള് പൊതുവഴിയിലാണ് ഇരിക്കുന്നത്. മയ്യ ഫുൾ ടാങ്ക് എണ്ണ എല്ലാം അടിച്ചതാ. ഫുൾ ടാങ്ക് കാണുന്നുണ്ടോ? ഫുള്ള
എന്താ ചെയ്യാ ഈ അങ്ങനെ ഫോണിൽ ആ ഒരു ആപ്പ് വർക്കാവില്ല. ആ ഒരു ഡെലിവറി ഫസ്റ്റ് കൊടുത്തില്ല, അവർ ക്യാൻസൽ ചെയ്ത്. പിന്നെ ഫോൺ വർക്കാവുന്നില്ല, അടുത്തത് കൊടുക്കാനായിട്ട് നമുക്ക് ഫോൺ വർക്കാവുന്നില്ല. ഭയങ്കര ബുദ്ധിമുട്ടി. ഉച്ച സമയത്ത് നല്ല ചൂടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ വീട്ടിലേക്ക് പോകാമെന്നുള്ളൊരു പ്ലാനിങ്ങില്ല. വീട്ടിൽ പോയിട്ട് ഫുഡ് കഴിച്ച് അപ്പോൾ ഒരു 1:10 ആവാറായി. അപ്പോൾ നേരെ വീട്ടിൽ പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് പിന്നെ ഉച്ച കഴിഞ്ഞ് വെയിലും ഇറങ്ങിയത് കൊണ്ട് കൊടുക്കാം എന്നാണ് ഇക്ക പറഞ്ഞ. ആപ്പ് ഒന്ന് ശരിയായാൽ ഓക്കെയാണ്, സെറ്റാണ് എന്ന് പറഞ്ഞ് പിന്നെ നേരെ പുരയിലേക്കാണ് പോയത്. ഉച്ച സമയമൊക്കെയാണ്. ഇപ്പോൾ സ്കൂളൊക്കെ വിട്ട് വരുന്ന ടൈമായിട്ട് വഴിയിൽ നല്ല തിരക്കുണ്ട്, അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഞങ്ങൾ വീട്ടിൽ വന്നു ഫുഡ് കഴിക്കാൻ പോകുന്നുണ്ട്. അങ്ങനെ ഫസ്റ്റ് അറ്റംപ്റ്റ് പാളിപ്പോയിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ ഉച്ചയ്ക്ക് വന്ന് ഫുഡ് കഴിച്ച് ഇനി ഒന്നും കൂടി റീസ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. വീണ്ടും ഞങ്ങൾ ഊർജ്ജത്തോടെ ഇറങ്ങി. ഇത് മൊത്തം തീർത്തിട്ടേ ഞങ്ങൾ തിരിച്ചു വരുള്ളൂ. അത് ശരി, നമുക്ക് പറ്റാത്ത പണി ഉണ്ടാവും പാത്തു ഇല്ലല്ലോ. ഏത് പണിയും നമ്മൾ എന്താക്കും? കംപ്ലീറ്റ് ആക്കും. അതെ, പുഷ്പം പോലെ തൂക്കും. ഓക്കെ, വണ്ടി നമുക്ക് ഫ്ലഷ് കൂടി പോയി. ഓ ബൈ ബൈ ഗൈസ്. അൽഹംദുലില്ലാ അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് ലൊക്കേഷനൊക്കെ അടിച്ചിട്ട് നമ്മൾ വിളിച്ചിട്ട് ഒക്കെ നമ്മൾ ഓരോ കസ്റ്റമർക്കും നമ്മൾ കൊണ്ട് കൊടുക്കുന്നുണ്ട്, ഡെലിവറി കൊണ്ട് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇത് കൊടുത്തിട്ട് അത് തന്നെ തിരിച്ച് കൊണ്ടുവന്നിക്കാം. ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് റൂട്ട് മാറിപ്പോവും. ചിലപ്പം 2 ഇടവഴി എന്ന് വെച്ചാൽ നമ്മൾ നടന്നു പോകുന്ന ചെറിയ പാത 2 സ്ലാബ് ഇട്ടത് കാരണം ഡെലിവറി തിരിച്ച് കൊണ്ടുവരുന്നതാണ് കാണുന്നത്. ഇതിൻ്റെ തൊട്ടപ്പുറം തന്നെ ഇതുപോലത്തെ ഒരു റോഡുണ്ട് അതൊക്കെ. അപ്പോൾ അതാണ് നമുക്ക് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാറുണ്ട്. ഗൂഗിൾ മാപ്പിനകത്ത് തന്നെ അങ്ങനത്തെ ചെറിയ മിസ്റ്റേക്കൊക്കെ വരാനുണ്ട്. പണി പഠിച്ചു അല്ലേ? സക്സസ്ഫുൾ ആയിട്ടുണ്ട് ഗൈസ്. കൊള്ള രസമുണ്ട് അല്ലേ? ഇനി 11 പെണ്ണ് 3 കഴിഞ്ഞു. കോളേജ് വേണ്ട. എന്റെ അയക്കില്ല, ഞാൻ കാണിച്ചിട്ട് അയക്കില്ല. കാക്ക അപ്പിട്ട് കായ് എന്തെല്ലാം കഷ്ടപ്പാടല്ലേ? ഇതൊക്കെയാണ് പാവം പാത്തുവിന്റെ പണി. ഓക്കെ ഗൈസ്, ഗൈസ് വാ അങ്ങോട്ട് വന്നില്ലേ? അങ്ങനെ ഇപ്പൊ ഈവനിങ് എത്ര സമയമായി? ഇപ്പോൾ 5:50 നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അല്ലേക്കാ? കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഒരുപാട് എഫേർട്ട് എടുത്തു, എന്നാലും കുഴപ്പമില്ല, കൊള്ളാം അല്ലേ? രസമുണ്ട്, അടിപൊളിയാട്ടോ. ആദ്യം പറഞ്ഞത് അത് ആദ്യം ഇറങ്ങിയതിൻ്റെ ഒരു ഇതിലങ്ങ് പറഞ്ഞതാ. അപ്പോൾ ഇനിയിപ്പോൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ്. ഇനി പോവുക, ഫ്രഷ് ആവുക, അതൊക്കെ തന്നെയാണ് പരിപാടി. ഓക്കെ, ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത വീഡിയോസ്